ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഞാൻ ഈ ഗുഡ് മോർണിംഗ് എന്നറിയാതെ പറഞ്ഞത് പോലും ഞാൻ രാവിലെയാണ് എഡിറ്റ് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങിയത്. ഇനിയിപ്പോൾ ചിലർ രാവിലെ വീഡിയോസ് കാണുന്നവരും ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പെസഹ വ്യാഴാഴ്ചത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു കേട്ടോ. രാവിലെ പെസഹ വ്യാഴാഴ്ചയുടെ സ്റ്റാറ്റസ് ഇട്ടു. എല്ലാവർക്കും പെസഹ വ്യാഴാഴ്ചയുടെ ആശംസകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനിതാ രാവിലെ എഴുന്നേറ്റെന്ന് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു വിഷമം അത് വേറെ. എൻ്റെ തലവേദന, കണ്ണെല്ലാം ചുവന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ. എന്നാലും പെസഹ വ്യാഴാഴ്ച ഞങ്ങൾക്ക് 6:30 പള്ളിയിൽ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. കാരണം എന്തായാലും ജോലിയെല്ലാം കുറേ കൂടെ സ്ലോ ആയിരിക്കും എന്ന് എനിക്കറിയാം. ചായ മാത്രമാണ് ഇട്ടത് കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് പോയത്. എന്നാലും ആവി പിടിക്കണം, പിന്നെയും ചുക്ക് കാപ്പി കുടിക്കണം. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ ഉടൻ തന്നെ ആവി പിടിച്ചതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കേണ്ടി നിന്നത് കേട്ടോ. ചായ കൊണ്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നിൽക്കുന്ന നേരം കൊണ്ട് പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഡ്രസ്സ് മാറി വന്നായിരുന്നു. പിന്നെ ചായ കുടിച്ചിട്ട് ബാക്കി ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരു ഒരുക്കവും ഇല്ല, ജസ്റ്റ് ഒന്ന് പൗഡർ മാത്രം ഇട്ടിട്ടാണ് പോയി. കണ്ണും ഒന്ന് എഴുതിയും തോന്നുന്നു കേട്ടോ. തലമുടി സാധാ കെട്ടും പോലെ കെട്ടിയിട്ടാണ് പോയത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വർഷം കൂടെയാണ് ഈ വർഷം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ സൗഭാഗ്യങ്ങൾ തന്നതും കുറേ വേദനകളും കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും എനിക്ക് ഈ ഒരു വർഷം ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തുടക്കം തൊട്ടേ പറ്റിയില്ല. ഓശാന മാത്രം നന്നായിട്ട് ആഘോഷിച്ചു. ബാക്കിയൊന്നും എനിക്ക് പെസഹ തൊട്ടേ എനിക്ക് ഒരു വല്ലാത്തൊരു തന്നെയാണ് കേട്ടോ. എന്നിട്ട് പോലും ഞാൻ അല്പം താമസിച്ചാണ് പള്ളിയിലോട്ട് എത്തിയത്. പള്ളിയിലെത്തി ആരാധന എല്ലാം കഴിഞ്ഞു. പെസഹ അപ്പവും പാലും പള്ളിയിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാൻ ആദ്യമേ കഴിച്ചു. കാരണം ആ നീരിങ്ങനെ ഒഴുകുകയായിരുന്നു കേട്ടോ, ശർക്കര പാനിയുടെ. അവിടെ പെട്ടെന്ന് അത് കഴിച്ചു. പിന്നെ ഞാനും എബിയും ചേട്ടനും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബീനയുടെ കടയിലോട്ട് വന്നു കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം വീട്ടിലും പെസഹ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ വീട്ടിൽ പെട്ടെന്ന് വന്ന ഉടൻ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കറിയും ദോശയും ഉണ്ടാക്കി. മറ്റേ കറി, ഒരു കുഞ്ഞു പാത്രത്തിൻ്റെ കറി തലേ ദിവസം വെച്ചതാണ് കേട്ടോ. ആ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. അതും കൂട്ടി പെട്ടെന്ന് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് പോയി കിടന്നു കേട്ടോ. ഗുളികയൊക്കെ കഴിച്ചിട്ട് പോയി കുറച്ച് നേരം ഒന്ന് കിടന്നു. ഭയങ്കര ഒരു വിമ്മിഷ്ടമായിരുന്നു. നമുക്ക് ഒരു അസുഖം, പനി വന്നാൽ പോലും നമുക്കൊന്ന് പുതച്ച് മൂടി കിടക്കാൻ പറ്റും. പക്ഷേ ജലദോഷം വന്നാൽ നമുക്കതൊന്നും പറ്റൂല. കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടന്നെന്ന് പറഞ്ഞില്ല. കിടന്ന സമയത്ത് വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചു. മിക്കുവിനെയും എൽസുവിനെയൊക്കെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിൽ ജോലിയിലോട്ട് കയറി കേട്ടോ. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല. ചേട്ടനും ഞാനും കൂടെയാണ് പെട്ടെന്ന് ജോലിയൊക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ പെസഹ വ്യാഴാഴ്ചത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലോട്ട് എത്തിയ സമയത്ത് 9 മണിക്ക് കഴിഞ്ഞു തന്നുകൊണ്ട് പിന്നെ എന്തായാലും ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചേട്ടൻ പിന്നെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും ഒക്കെ ആയിട്ടാണ് ജോലി ചെയ്തത് കേട്ടോ. ഇതെനിക്ക് വന്ന 2 പാൻറ്റാണ്. ഇത് പെസഹ വ്യാഴാഴ്ചയും ഒന്ന് ദുഃഖ വെള്ളിയും ഇടാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു. 12-ാം തീയതിയാണ് എനിക്ക് ഡെലിവറി ഡേറ്റ് പറഞ്ഞുവെങ്കിലും പക്ഷേ ഞാൻ തലേ ദിവസം ഒരിക്കൽ കൂടെ വിളിച്ചത് കൊണ്ട് തന്നെ അവരെനിക്ക് പെസഹ വ്യാഴാഴ്ച രാവിലെയാണ് കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു ആരാധനയെങ്കിൽ എനിക്കത് ഇടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് രാവിലെ ആയിരുന്നു ആരാധന കൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോലിയുടെ ഇടയിൽ കൂടെ തന്നെ ഞാനൊരു തണ്ണിമത്തന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ എടുത്തു വെച്ച് കഴിച്ചു. എനിക്കിപ്പോഴും വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് സംസാരത്തിൽ തന്നെ. അത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. അങ്ങനെ അപ്പോൾ ജോലിയുടെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ കഴിച്ചു അങ്ങനെ ഇരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസ് എടുത്തില്ല കേട്ടോ. സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കറി വെച്ചതെന്ന് വെച്ചാൽ എലിശ്ശേരി വെച്ചു, പിന്നെ തോരൻ വെച്ചു, മീൻകറി വെച്ചു. ഇത്രയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഞാൻ ഇന്ന് അകത്ത് മുറിയിൽ തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. ഹോളിലോട്ടൊന്നും പോയില്ല. എനിക്ക് ഒട്ടും വയ്യ, ദേഹവേദന ആയതുകൊണ്ട്. പിന്നെയും ഗുളിക കഴിച്ചിട്ട് ഞാൻ കിടന്നു കേട്ടോ. അപ്പോൾ നാളെ ദുഃഖ വെള്ളിയാഴ്ച അന്ന് അവരുടെ സ്നേഹയുടെ അവിടുത്തെ പള്ളിയിൽ അവർ നേർച്ച കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയും മാങ്ങയൊക്കെ അരിയാനായിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വെയിറ്റ് ചെയ്തിരുന്നു. ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷേ അവരിത്തിരി തിരക്കിലൊക്കെ ആയിപ്പോയത് കൊണ്ട് തന്നെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാത്രി പോയി ചേട്ടൻ മാങ്ങ മാത്രം എടുത്തിട്ട് വന്നു കേട്ടോ. അതും ഫുൾ അരിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പകുതി മാത്രമേ അരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അടുക്കളയിൽ ഇപ്പോൾ ചായ വെക്കാനായിരുന്നാലും പെസഹ അപ്പം ഉണ്ടാക്കാനൊക്കെ നിന്നതുകൊണ്ട് തന്നെ എനിക്കും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അതുകൊണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് ഞാൻ തലേദിവസം ഞാൻ രാത്രി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ പെസഹ അപ്പം ഉണ്ടാക്കുമ്പോൾ എന്തായാലും വയ്യ, തല മാത്രം കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. പോയി മേലൊക്കെ ഒന്ന് കുളിച്ചിട്ട് നല്ല വൃത്തിയോടെ വന്ന് പെസഹ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി പെസഹ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയെല്ലാം അരച്ച് വെച്ചു. അരി അരച്ച് വെച്ചതിന് ശേഷം പാത്രത്തിലോട്ട് മാവ് വെച്ചു കേട്ടോ. അപ്പം മാവ് നിറച്ചും എടുത്തു. 2 പാത്രത്തിലോട്ട് വെക്കാമായിരുന്നു, പക്ഷേ ഞാൻ ആ ഒറ്റ പാത്രത്തിലോട്ടാക്കി. ഇനിയിപ്പം 2 പാത്രത്തിലൊക്കെ ആക്കി വെച്ചാൽ ഇനി കഴിച്ചില്ലെങ്കിലോ എന്നുള്ളതിലാണ് ഞാൻ വെച്ചത്. പക്ഷേ കഴിഞ്ഞ വർഷം വെച്ചതിനേക്കാളും അപ്പമായിരുന്നാലും പാലായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും ചേട്ടനായിരുന്നാലും എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കഴിഞ്ഞ വർഷം കഴിച്ചില്ലെന്നല്ല, എന്നാലും ഈ വർഷം എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിലെ മുതിർന്നവരാണല്ലോ ഇത് മുറിച്ച് തരേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് മുറിച്ച് ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് തന്നു. ഞങ്ങളത് കഴിച്ചു. എബിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ പകുതി ഭാഗവും അവർ 2 പേരും തന്നെ കഴിച്ചു. ഞാനൊരു 2 കഷ്ണം മാറ്റി വെച്ചു. അപ്പോഴും ഒരെണ്ണം കഴിച്ചു. പിന്നെ ഒരു ചെറിയ പീസ് ഞാനും ചേട്ടനും മാത്രം ഇരുന്ന് കഴിച്ചു. പിന്നെ അതിലൊരു പീസ് ചേട്ടനും എബിയും ചോറ് കഴിച്ച സമയത്ത് ഞാനത് കഴിച്ചു. ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ല, അങ്ങനെ അത് കഴിച്ചു കേട്ടോ. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിക്ക് വേണ്ടിയിട്ട് എബി കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. നമ്മുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തുണ്ടെങ്കിലും അവിടെ കൊടുക്കും. അങ്ങനെ കൊണ്ട് കൊടുത്തതാണ് എബി. ആ നേരത്ത് ഞാനും ചേട്ടനും കൂടെ ഇരുന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇത് കഴിച്ച സമയത്ത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിനേക്കാൾ ഈ വർഷം ഞാൻ ഒരുപാട് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ഒക്കെ നിന്ന് ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. ശരീരമാകെ വയ്യ എങ്കിൽ പോലും മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും തളരരുതല്ലോ. ആ ഒരു ആർജവത്തോടെ തന്നെ നിന്നാണ് ഞാൻ പ്രാർത്ഥനയോടെ വെച്ചതായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്നേഹയും സുജിത്തും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് മാങ്ങയൊക്കെ എടുത്തിട്ട് പോയായിരുന്നു കേട്ടോ. നല്ല ലേറ്റായി, 9:30 മണിയായി. ഇതിന് ശേഷമാണ് ഞാനും കുറച്ച് നേരമൊക്കെ എന്നിട്ട് മാങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അതുവരെയും ചേട്ടൻ തനിയെ ഇരുന്ന് മാങ്ങ അരിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ചായ കുടിക്കാനുള്ളതും പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിന്നു. അപ്പോൾ പെസഹ അപ്പത്തിന് ശർക്കരയൊക്കെ ചിരണ്ടി തന്ന ചേട്ടനായിരുന്നു കേട്ടോ. അത് ഭയങ്കര പാടാണ്, ഒരുപാട് നേരം എടുക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ ചേട്ടനാണ് ശരിയാക്കി തന്നത്. ബാക്കി അരി അരച്ചതും പാല് കുറുക്കിയതും ഒക്കെ ഞാൻ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് ഒരുപാട് ഒരു പ്രിയപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കഷ്ടാനുഭവ കാലങ്ങളെല്ലാം മാറും എന്നൊരു വിശ്വാസത്തോടെ യേശുവിൻ്റെ പീഡാനുഭവ ദിവസത്ത് നമുക്കതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ അപ്പോൾ ഇനി ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ മാങ്ങയൊക്കെ അരിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ. അവർ ചോറ് കഴിച്ച സമയത്ത് ഞാൻ എന്താ പെസഹ അപ്പം കഴിക്കുകയാണ്. പെസഹ അപ്പവും പാലും കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ്, പെസഹ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.